അപ്പോൾ കാഫിർ എന്നുള്ള പ്രയോഗത്തിലാണ് പലർക്കും തെറ്റിദ്ധാരണ ഉള്ളത്. കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ള അതിന്റെ അർത്ഥം കൽപ്പിക്കുന്നിടത്തുള്ളൊരു വിഷയമാണ്. ചില ആളുകൾ ഊതി കാഫിറിനെ ഹിന്ദു എന്നാണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥരെ പറ്റിയാണ് കാഫിർ എന്ന് പറയുക എന്നുള്ളതാണ് ഒരു ധാരണ. കാക്ക അത് ശരിയായ ധാരണയല്ല. അപ്പൊ നമ്മൾ കാഫിർ പട്ടിയേക്കാളും നന്ദി കെട്ടവനാണ്, പട്ടിന്റെ അത്രയും നന്ദിയില്ല. പട്ടി വലിയ നന്ദിയുള്ള ജീവിയാണ് പട്ടി, അല്ലേ? പട്ടിനെ വളർത്താലോ. ആ സ്ഥാനത്ത് മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനോട് നന്ദി കെട്ടവനോ പട്ടിന്റെ അത്രയും നന്ദിയില്ല എന്നാണ് പറയുന്ന അർത്ഥം. അത് മുസ്ലിം ആവാ, ഹിന്ദു ആവാ, ക്രിസ്ത്യാനൊക്കെ ആവാ. കാഫിർ എന്നതിൽ നന്ദി കെട്ടവെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്ത് ഇൻസാൻ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടി. അതിനാണ് കണ്ണും കാതും കേൾവിയും ബോധവും ബുദ്ധിയും കഴിവുകളൊക്കെ നൽകിയത്. ഈ ഷാക്കിറൻ ഇമ്മാ കഫൂറ. മനുഷ്യർ രണ്ട് വിഭാഗമാണ്, ഒന്ന് ഷാക്കിർ, ഒന്ന് കഫൂർ. കഫൂർ എന്ന കാഫറിനെ, ആ കാഫറിന്റെ മാറ്റത്തിലൂടെ പറഞ്ഞതാണ് ഷക്കൂർ, നന്ദിയുള്ളവൻ. മനുഷ്യന്മാർ നന്ദിയില്ലെങ്കിൽ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചവരാ എന്നുള്ളത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരു സൂറത്ത് വല്ലാദിയത്തിൻ്റെല്ലോ, വല്ലാദിയത്തിന്റെ ആകുത്തൊക്കെ എന്താ അറിയോ? ഇന്നൽ ഇൻസാനൽ റബ്ബിഹി ലക്കനൂദ്. മനുഷ്യൻ റബ്ബിനോട് നന്ദി ഇല്ലാത്തവനാണ് അവിടെ പറയുന്നത്. കുതിരനെയോ, കുതിരനാണ് ഇതിന് തെളിവ് പറയുന്നത്. വല്ലാദിയാത്ത് ലബ്ഹൻ, കിതച്ചോടുന്ന കുതിരകളാണ് സത്യം. കുളമ്പടി ഇങ്ങനെ കല്ലുമ്മ തട്ടി തീ പറത്തുന്ന കുതിരകൾ. കുതിര ഇങ്ങനെ ഓടുമ്പോൾ കല്ലുമ്മ തട്ടിയിട്ട് തീ ഇങ്ങനെ പാറും. ഫൽ മുഗീറാത്തി സുബ്ഹ എന്ന് പ്രഭാത സമയത്ത് പോയിട്ട് ആക്രമണം നടത്തുന്ന കുതിരകൾ, ശത്രു നിരയിലേക്ക് ഇരച്ചു കയറുന്ന കുതിരകൾ. ആ കുതിരകളാണ് സത്യം. ഇന്നൽ ഇൻസാന, മനുഷ്യൻ റബ്ബിഹി ലക്കനൂദ്, റബ്ബിനോട് നന്ദി ഇല്ലാത്തവനാണ്. കുതിരക്ക് ഭയങ്കര നന്ദിയുണ്ട്. അങ്ങനെ ഈ നന്ദി ഇല്ലാത്തൊരു കാര്യത്തിനാണ് ഈ കാഫിർ എന്ന് പറയുന്നത്. സത്യനിഷേധം അതിന്റെ രൂപമാണ്, നന്ദികേടിന്റെ ഒരു രൂപമാണത്. അങ്ങനെ തന്നെ ഒരുപാട് രൂപങ്ങളുണ്ട്. ഓരൊക്കെ നന്ദി ഇല്ലാത്തല്ലോ എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമുള്ളൂ. അല്ല ഹിന്ദുക്കളെ പറ്റിയല്ല പറയുന്നത്. ഇത് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വിളിച്ചിന്, നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ മുസ്ലിങ്ങളാണ്, എന്താ ഉസ്താദ് ഇങ്ങനെ പറയണമെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ചിലവരൊക്കെ ചോദിച്ചു എന്ന് ഇവർ കുട്ടികൾ അങ്ങനെ പറഞ്ഞു. നമ്മളൊക്കെ ഹിന്ദുക്കളുടെ നമുക്ക് കുറേ ഫ്രണ്ടുകളുണ്ട്. പാലക്കാട് ജില്ലക്കാരനായ നമ്മളിവിടെ ടൈലർ ഉണ്ടല്ലോ, നമ്മളൊക്കെ എത്ര സ്നേഹത്തിലാണ്, ലോകത്തിലാണ്. ഇവിടെ എത്രയോ മുസ്ലിങ്ങളില്ലേ ടൈലർമാർ. നമ്മൾ തുന്നിക്കൽ അയാളെ കൊണ്ടാണ്. അയാളെ മകളെ കല്യാണത്തിന് ഒരു ദിവസം മെനക്കെട്ട് ഞങ്ങൾ പോയി. അയാളെ നമ്മളെ കല്യാണത്തിന് വരുന്നത്, നമ്മളെ പള്ളിയിൽ വരുന്നത്, അയാളുടെ അസുഖം ഉണ്ടാകുമ്പോൾ നമ്മളോട് ദ്വാരക്കാൻ പറയണത്. എൻ്റെ നാട്ടിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങളോടൊക്കെ പലപ്പോഴും പറഞ്ഞാണ്, നമ്മളോട് നിവേദനമൊക്കെ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കും എല്ലാവർക്കും അതിൻ്റെ ചീരിനി എല്ലാ പേരേക്കും കൊടുക്കും. രാത്രി പരിപാടിക്ക് ഓലൊക്കെ വിളിക്കും, ഓലൊക്കെ പ്രസംഗിക്കലുണ്ട്. നമ്മളൊന്നും അങ്ങനെ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു കാര്യം പറയില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യാണ്. നമ്മൾ പറഞ്ഞൊരു വാക്ക് വെച്ചിട്ട് എത്തിസ്റ്റുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ ബദ്ധപേരികളായ ആളുകൾ സഹോദര സമുദായങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മളൊരു സമുദായ വിദ്വേഷമോ മറ്റൊരു മതക്കാരോടുള്ള വിദ്വേഷമോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സംഭവം നമുക്കില്ല. മനുഷ്യൻ നന്ദി ചെയ്യുന്നില്ലെങ്കിൽ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചവനാണ്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. അതാണ് അതിൻ്റെ സത്യം. അതിലൊരു മതവിദ്വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെയോ താത്തിക്കട്ടലൊന്നും നമുക്ക് ഉദ്ദേശമല്ല. അങ്ങനെ ഒരു വിഷയം ഖുർആനിൽ പറയണില്ല. അങ്ങനെയൊന്നും നമ്മൾ പഠിപ്പിക്കണമില്ല.